റീസെന്റ് മമ്മൂക്കൊരു വേദിയിൽ പറഞ്ഞു, അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. അതേസമയം നമ്മൾ ന്യൂസിലും മറ്റും കേൾക്കുന്നത് മുഴുവനും രാജ്യം വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്ന, ഒരുപാട് വികസനങ്ങൾ വരുന്നത് എന്നൊക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ട് ആളുകൾക്ക് തോന്നും, എവിടെയാണ് വികസനം വരുന്നത്, എന്തുകൊണ്ടാണ് വികസനത്തിന്റെ ഇമ്പാക്ട്, ബെനിഫിറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ 94% വർക്ക് ഫോഴ്സും ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെക്ടറിലാണ്. അതേസമയം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ടുകളും പോളിസികളും പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും ഡയറക്ട്ലി ബെനിഫിറ്റ് ചെയ്യുന്നതും ഈ ബാക്കി വരുന്ന 6% വർക്ക് ഫോഴ്സിനെയാണ്. അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ 94% വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തത്. അതേസമയം കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിലും MSME സെക്ടറിലുമാണ്. ഈ ഡെവലപ്മെന്റ് പക്ഷേ വളരെ സ്ലോ ഗ്രോത്തിലായിരിക്കും. നമുക്ക് അത്ര കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്തോളണമെന്നില്ല. അൾട്ടിമേറ്റ്ലി 94% വരുന്ന ഭൂരിപക്ഷം ആളുകൾക്ക് ഇത് ബെനിഫിറ്റ് ചെയ്യുമെങ്കിലും നമുക്കിത് പെട്ടെന്ന് വിസിബിൾ ആയിക്കൊള്ളുന്നില്ല. ഒന്ന് ശരി, ഒന്ന് തെറ്റ് എന്നുള്ളതല്ല. ഇത് രണ്ടും ബാലൻസ് പോകുമ്പോൾ മാത്രമേ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യൂ. പക്ഷേ ഈ 94% വരുന്ന ഭൂരിപക്ഷത്തിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ പർച്ചേസിംഗ് പവർ കൂടുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുള്ളൂ.